വെൽക്കം ടു ലൈബ്രറി ഓഫ് ഇലക്ട്രോണിക്സ്. 2014 കേരള PSC നടത്തിയ ട്രേഡ്സ്മാൻ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് പ്രൊഡക്ഷൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇലക്ട്രോണിക്സിൻ്റെയും പ്രൊഡക്ഷൻ്റെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി നമ്മൾ 2021 ഒക്ടോബർ 26 ട്രേഡ്സ്മാൻ ഇൻ ഇലക്ട്രോണിക്സ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ പ്രൊഡക്ഷൻ്റെ പോർഷൻസ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുകയാണ്. കാരണം അത് ഇലക്ട്രോണിക്സ് ബേസ്ഡ് അല്ല, പ്രൊഡക്ഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 to 10 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 11th ക്വസ്റ്റ്യൻ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11, വൺ ഓഫ് ദ ഗിവൺ പാരാമീറ്റേഴ്സ് വിച്ച് വൺ is നോട്ട് ചേഞ്ച്ഡ് ഇൻ എ ട്രാൻസ്ഫോമർ. ഓപ്ഷൻ സി ഫ്രീക്വൻസി. നമ്മളൊരു ട്രാൻസ്ഫോമറിൽ കൊടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് ചേഞ്ച് ആവും, കറണ്ട് ചേഞ്ച് ആവും, ഫേസും ചേഞ്ച് ആവാം, പക്ഷേ ഫ്രീക്വൻസി ചേഞ്ച് ആവില്ല. 12, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻസ്ട്രുമെൻറ്റ്. CRO എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, DSO ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്, UPS അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. ഇത് മൂന്നും ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, പക്ഷേ SCR എന്താ അല്ല, ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല. അപ്പോൾ SCR ആണ് ആൻസർ. 13, ഓഡ് വൺ ഔട്ട്. അതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഡയോഡ്, റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ ആൻഡ് LED ആണ്. അപ്പോൾ ഇതിൽ ഡയോഡും ട്രാൻസിസ്റ്ററും LED സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. റെസിസ്റ്റർ മാത്രമാണ് ഓഡ് വൺ ആയിട്ട് എടുക്കാൻ പറ്റുക. 14, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗേറ്റ് ആസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് ഗ്രേ ടു ബൈനറി കോഡ് കൺവേർട്ടർ. ഗ്രേ കോഡിനെ ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്യാനും ബൈനറി കോഡിനെ ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് XOR ഗേറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 15, എഫിഷ്യൻസി ഓഫ് എ ഫുൾ വേ റെക്ടിഫയർ. ഇതിൽ ആക്ച്വലി എഫിഷ്യൻസി ഓഫ് ഫുൾ വേ റെക്ടിഫയർ ആയിട്ട് നമ്മൾ പറയാറുള്ളത് 81.2% ആണ്. 81.2%. പക്ഷേ നമുക്ക് ഓപ്ഷനിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16, ദ ഫ്രീക്വൻസി ഓഫ് ഡയറക്റ്റ് കറണ്ട്. ഡയറക്റ്റ് കറണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ഡയറക്റ്റ് കറണ്ടിൻ്റെ ഫ്രീക്വൻസി ഇല്ല, അപ്പോൾ 0 ഹെർട്സ് ആണ് ആൻസർ. 17, വിച്ച് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ഓസിലേറ്റർ. ഓസിലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്കിനെ നമ്മൾ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നും കൂടെ വിളിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എയും കറക്റ്റാണ്, സിയും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 18, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണൻറ്റ് ഹാവ് ആപ്ലിക്കേഷൻ ഓഫ് എ ഫിൽട്ടർ. അപ്പോൾ ഫിൽട്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയോഡ്, സെനർ ഡയോഡ്, കപ്പാസിറ്റർ ആൻഡ് ട്രാൻസിസ്റ്റർ ആണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഫിൽട്ടറായിട്ട് മെയിനായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റീവ് ഫിൽട്ടറാണ്, കപ്പാസിറ്ററാണ്. അപ്പോൾ കപ്പാസിറ്ററാണ് ആൻസർ. നമ്മൾ കപ്പാസിറ്റീവ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡക്റ്റീവ് ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യും, പിന്നെ LC, പൈ ഇതൊക്കെയാണ് ഫിൽട്ടേഴ്സായിട്ട് യൂസ് ചെയ്യുക. LCയിലാണെങ്കിലും പൈയിലാണെങ്കിലും ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ് കമ്പോണൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി കപ്പാസിറ്ററാണ് റൈറ്റ് ആൻസർ. 19, the current gain of a common base amplifier is represented by. കോമൺ ബേസ് ആംപ്ലിഫയറിൻ്റെ കറണ്ട് ഗെയിൻ ആൽഫയാണ്. കോമൺ എമിറ്ററിൻ്റെ ആണെങ്കിൽ ബീറ്റയാണ്. കോമൺ കളക്ടറിൻ്റെ ഗാമയാണ്. ഓക്കെ. 20, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഡയോഡ് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ നമ്മൾ ഡയോഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഡയോഡ്സ് യൂസ് ചെയ്യുന്നത്. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? AC-നെ DC ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഡയോഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ ഒരു പോസിറ്റീവിനെ മാത്രമാണ് കടത്തിവിടുള്ളൂ, നെഗറ്റീവിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയോഡുകൾ യൂസ് ചെയ്യുന്നത്. ആംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യണം, അല്ലേ? ആംപ്ലിഫിക്കേഷൻ ഡയോഡിന് ചെയ്യാൻ പറ്റില്ല. ഓസിലേഷൻ ആണെങ്കിലോ അത് ഒരു ആംപ്ലിഫയറിൻ്റെ ഇംപ്രൂവ്ഡ് സർക്യൂട്ടറാണ് ഓസിലേറ്ററിൽ വരുന്നത്. അപ്പോൾ അതൊന്നുമല്ല ഡയോഡിൻ്റെ ഫങ്ഷൻ, റെക്ടിഫിക്കേഷനാണ്. 21, ദ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് AM ആസ് ഗിവൺ ബൈ. AMൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 535 to 1605 kHz ആണ്. 535 kHz to 1605 kHz. 22, among the given ICs which is not a microcontroller. ഇതിൽ മൈക്രോ കൺട്രോളർ അല്ലാത്തത് ഏതാണെന്നാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ.
പക്ഷേ ഈ ഓപ്ഷൻസിൽ 8051 മാത്രമാണ് മൈക്രോ കൺട്രോളറായിട്ട് വരുന്നത്. 8086 ഒരു മൈക്രോ പ്രോസസ്സറാണ്. 8085ഉം 8053ഉം ഇൻ്റർഫേസിങ് ICs ആണ്. അതിൽ 8255 എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് ആണ്. 8255 പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് ആണ്. 8253 പ്രോഗ്രാമബിൾ ഇൻ്റർവെൽ ടൈമറാണ്. അപ്പം ഇത് മൂന്നും മൈക്രോ കൺട്രോളർ അല്ല. അപ്പം ഇത് മൂന്നും റൈറ്റ് ആൻസർ ആണ്. പക്ഷേ നമുക്ക് റൈറ്റ് ആൻസർ ഒന്നേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് PSC ഈ ക്വസ്റ്റിനും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി 23 ലിസാജസ് പാറ്റേൺസ് ക്യാൻ ബി ഒബ്സർവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓപ്ഷൻ ഡി CRO. നമ്മൾ CROയിലെ XY, അതായത് എക്സ് ചാനലിലും Y ചാനലിലും ഓരോ സെപ്പറേറ്റ് സിഗ്നൽ കൊടുത്തിട്ട് X വേഴ്സസ് Y പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പാറ്റേൺ ആണ് ലിസാജസ് പാറ്റേൺ. അത് നമ്മൾ സാധാരണ മോണിറ്റർ ചെയ്യാറുള്ളത് CROയിലാണ്. 24 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈമർ IC. നമുക്കറിയാം 555 എന്ന് പറയുന്നത് എന്താ IC ആണ്? ടൈമർ IC ആണ്. അത് ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാനും പൾസ് ജനറേറ്റ് ചെയ്യാനും ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ 555 ടൈമർ IC യൂസ് ചെയ്യാറുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 ദ കപ്ലിംഗ് കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യുന്നത് DC-നെ മാത്രമാണ്. 26 ഡയാക് ഈസ് എ സിലിക്കൺ ഡിവൈസ് വിത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ 3 ലെയർ ആൻഡ് നോ ഗേറ്റ്. നമ്മൾ പവർ ഇലക്ട്രോണിക്സ് പഠിച്ചപ്പോൾ ഡയാക്കിന് സാധാരണ 4 ലെയർ ആയിട്ടാണ് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആക്ച്വലി ഡയാക്ക് നമുക്ക് 3 ലെയർ ആയിട്ടോ 4 ലെയർ ആയിട്ടോ 5 ലെയർ ആയിട്ടോ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ട്രാൻസിസ്റ്ററാണ്. പക്ഷേ 3 ലെയറിൽ നമുക്ക് ഡയാക്കും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ 3 ലെയർ ഉണ്ടെങ്കിൽ 3നും ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഡ്ത്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോപ്പിങ്ങുമാണ്. പക്ഷേ ഡയാക്ക് ഉണ്ടാക്കുമ്പോൾ 3 ലെയറും ഒരേ സൈസ് ആയിരിക്കും, ഒരേ ഡോപ്പിംഗ് ആയിരിക്കും. പിന്നെ നമുക്കറിയാം ഡയാക്കും ട്രയാക്കും തമ്മിലുള്ള അല്ലെങ്കിൽ ഡയാക്കും XCRും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ടെർമിനലേ ഉള്ളൂ? ഡയാക്കിന് ആകെ 2 ടെർമിനലേ ഉള്ളൂ. അപ്പോൾ ഗേറ്റ് ഇല്ല, അതുകൊണ്ടാണ് 3 ലെയർ വിത്ത് നോ ഗേറ്റ്. 27 എൻകോഡർ. എൻകോഡർ Option A assigns quantized values, changes quantized values to binary values, changes quantized values to numerical values, changes numerical values to binary values. ഈ ക്വസ്റ്റിനും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എൻകോഡർ എന്താ ചെയ്യുന്നത്? എൻകോഡറിൽ ഇപ്പോൾ 4 ഇൻപുട്ട് ബിറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇൻപുട്ട് ഡാറ്റാസ് ഉണ്ട് D3, D2, D1, D0. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും ഹൈ. സപ്പോസ് D2 ആണ് ഹൈ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ബൈനറി കോഡ് ജനറേറ്റ് ചെയ്യാണ് എൻകോഡ് ചെയ്യുന്നത്. D0 ആണെങ്കിൽ 00 ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്, G1 ആണെങ്കിൽ 01 ആയിരിക്കും, D2 ആണെങ്കിൽ 10 ആയിരിക്കും, D3 ആണെങ്കിൽ 11 ആയിരിക്കും. ഇങ്ങനൊരു കോഡ് ജനറേറ്റ് ചെയ്യലാണ് എൻകോഡർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളതിനെ പറയുക 1 hot to binary converter എന്നാണ്. ഇതിൽ ഒന്ന് മാത്രമേ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ 1 ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ 0s ആയിരിക്കും. അതിനെയാണ് നമ്മൾ 1 hot എന്ന് പറയുന്നത്. 1 hot to ബൈനറി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻകോഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ദ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് എലമെൻറ്റ് വിച്ച് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ സോളിഡ് സിലിക്കൺ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇസ് കോൾഡ് dissolution coefficient. The maximum concentration of the element which can be dissolved in solid silicon at a given temperature is called dissolution coefficient. അതായത് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ സോളിഡ് സിലിക്കണിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റിയ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് ആൻ എലമെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസൊല്യൂഷൻ കോഎഫിഷ്യൻറ്റ്. 29 വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണൻറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ മൈക്രോ പ്രോസസ്സർ. നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്ഫെറ്റ് ടെക്നോളജിയാണ്. പക്ഷേ മോസ്ഫെറ്റിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചാണ് CMOS എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും ഓപ്ഷനിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഈ ക്വസ്റ്റിനും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സപ്പോസ് നമുക്ക് മോസ്ഫെറ്റിനോ CMOSനോ മാത്രമാണ് ഓപ്ഷനിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കത് ആ ഒരു ഓപ്ഷൻ എടുക്കാവുന്നതാണ്. 30 what is the typical value of ratio of current in a PN junction diode in the forward bias and in the reverse bias? അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസ് കറണ്ടും റിവേഴ്സ് ബയാസ് കറണ്ടും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പം സാധാരണ നമ്മൾ പറയുമ്പോൾ ഫോർവേഡ് കറണ്ട്
മൈക്രോ ആംബിയർ റേഞ്ചിലോ അല്ലെങ്കിൽ മില്ലി ആംബിയർ റേഞ്ചിലോ ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ബയാസിലുള്ള കറണ്ട് നാനോ ആംബിയർ റേഞ്ചിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ മിനിമം 1000 കാണും, 1000 താഴെ പോവില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഓപ്ഷൻ ഡി ആൻസറായിട്ട് എടുക്കാവുന്നതാണ്. 31. The MOSFET switch in its on state may be considered equivalent to. ഇതിൽ ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദ മോസ്ഫെറ്റ് സ്വിച്ച് ഇൻ ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ് ആണ്. ഓൺ സ്റ്റേറ്റ് ആസ് ഈക്വലൻ ടു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ സി കപ്പാസിറ്റർ ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 32. The output of a logic gate is 1 when all the inputs are at logic 0. The gate is either, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻപുട്ടൊക്കെ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് ഏത് ഗേറ്റിലേക്കാണെന്നാണ്. ആൻഡ് ഗേറ്റിൽ 0 × 0 കൊടുത്താൽ 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ഓർ ഗേറ്റിൽ 0 + 0 കൊടുത്താൽ 0 തന്നെയാണ് ആൻസർ വരിക. അപ്പോൾ ഓപ്ഷൻ സിയും തെറ്റ് തന്നെയാണ്. ഇനി നാൻഡ് ഗേറ്റിൽ 0 × 0 ഓൾ ബാർ, അതായത് അത് 1 ആണ് വരുന്നത്. അപ്പോൾ നാൻഡ് ഗേറ്റ് കറക്റ്റാണ്. ഇനി നോർ ഗേറ്റിലാണെങ്കിലോ 0 + 0 0 ആണ്. അതിന് നോർ ആകുമ്പോൾ ഓൾ ബാർ വരും 1 ആണ്. അപ്പോൾ നോർ ഗേറ്റ് കറക്റ്റാണ്. പിന്നെ ഓപ്ഷൻ ഉള്ളത് എക്സോർ ഗേറ്റും എക്സ്നോർ ഗേറ്റും ആണ്. എക്സോർ ഗേറ്റിൽ എപ്പോഴാണ് 1 ആവുക? എക്സോർ ഗേറ്റ് ഇൻഇക്വാലിറ്റി ചെക്കറാണ്. ഇൻപുട്ടുകൾ ഡിഫറെൻ്റ് ആകുമ്പോഴാണ് ഔട്ട്പുട്ട് 1 ആവുക. അപ്പോൾ ഇവിടെ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ആൻസർ അല്ല. എക്സ്നോർ ആണെങ്കിൽ ഈക്വാലിറ്റി ചെക്കറാണ്. ഈക്വൽ ആകുമ്പോൾ ഇൻപുട്ടുകൾ ഈക്വൽ ആകുമ്പോൾ ഔട്ട്പുട്ട് 1 വരുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 33. The carry look ahead adder is frequently used for addition because it is faster. ക്യാരി ലുക്ക് അഹെഡ് ആർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സാധാരണ ഒരു 4 ബിറ്റ് അഡീഷൻ ആണെങ്കിൽ അതിൻ്റെ LSB ബിറ്റുകൾ ആഡ് ചെയ്തിട്ട് അതിൽ ഇനി എന്താണ് ക്യാരി വരുന്നുണ്ടെങ്കിൽ അത് അടുത്ത 2 ബിറ്റുകളുമായിട്ട് നമ്മൾ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ അത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ ബിറ്റ് അഡീഷനും ബിറ്റ് വൈസ് അഡീഷനും നമ്മൾ ചെയ്ത് തീരാനായിട്ട് വെയിറ്റ് ചെയ്യണം, അടുത്ത ബിറ്റിലേക്ക് ക്യാരി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്യാരി ലുക്ക് അഹെഡ് ആർഡറിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ബിറ്റുകൾ കിട്ടുമ്പോൾ തന്നെയും എല്ലാ ക്യാരികളും കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ക്യാരി ലുക്ക് അഹെഡ് ആർഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്ററായിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 34. The address bus width of a memory size 1024/8 bits is. ഇപ്പോൾ മെമ്മറി സൈസ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ 1024 അഡ്രസ് ലൊക്കേഷൻസ് ഉണ്ട്. ഓരോ ലൊക്കേഷനിലും 8 ബിറ്റ് വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സ് നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക? 0000 0001 അങ്ങനെ എത്ര വരെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ബിറ്റ് അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 8 ബിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2⁸ 256 അഡ്രസ് ലൈൻസ് ആണ് ഉണ്ടാവുക. 9 ബിറ്റ്സ് ആ യൂസ് ചെയ്യുന്നത് വെച്ചാൽ 2⁹ ദാറ്റ് ഇസ് 512 അഡ്രസ് ലൈൻസ് ആണ് ഉണ്ടാവുക. ഇനി 10 ബിറ്റ് യൂസ് ചെയ്താൽ 2⁻10 ദാറ്റ് ഇസ് 1024 അഡ്രസ് ലൈൻസുകൾ അവിടെ പ്രസൻ്റ് ആവും. അപ്പോൾ 1024 ഉണ്ടെങ്കിൽ 10 ബിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക അഡ്രസ് ബിറ്റ്സ് ആയിട്ട്. ഇനി 35. Digital multiplexer is basically a combinational logic circuit to perform the operation and or operation ചെയ്യുന്ന ലോജിക് സർക്യൂട്ടാണ് സാധാരണ മക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 36. Question number 36. Among the following the slowest ADC is. ഇതിൽ സ്ലോവസ്റ്റ് ആയിട്ടുള്ള ADC ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഫ്ലാഷ് ടൈപ്പ് ADC ആണ് ഏറ്റവും ഫാസ്റ്റർ ആയിട്ടുള്ള ADC. പിന്നെ സ്പീഡ് വരുന്നത് പൈപ്പ് ലൈനിൻ്റെ ADCക്കൊക്കെയാണ് അത്യാവശ്യം നല്ല സ്പീഡുള്ളത്. ഇനി സ്ലോവർ ആയിട്ടുള്ള ADC ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡ്യുവൽ സ്ലോപ്പ് ADC ഒക്കെ വളരെ സ്ലോവറാണ്, അല്ലെങ്കിൽ ഡെൽറ്റ സിഗ്മ ADC കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ലോവർ സ്പീഡുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്തായാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻസർ അവൈലബിൾ അല്ല. 37. പ്രോംസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ. നമ്മൾ പ്രോംസ് സാധാരണ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത്യാവശ്യം പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോ ലെവൽ പ്രോഗ്രാമിങ്ങിൽ ഫേംവെയർ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ലോ ലെവൽ പ്രോഗ്രാമിങ്ങിൽ പെർമനൻ്റ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ പ്രോം യൂസ് ചെയ്യുന്നത്.
ഇവിടെ എന്തായാലും നമുക്ക് അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റിലേറ്റീവ്ലി പെർമനൻറ്റ് ഡാറ്റ എന്നുള്ളത് വേണമെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് എടുക്കാം. അതുപോലെ തന്നെയാണ് ഇൻഫോർമേഷൻ ടു ബി ആക്സസ്ഡ് റെയർലി, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻസ് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. 38 ഡെസിമൽ ഇക്വലൻ്റ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ E5 ഈസ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് കാണണമെങ്കിൽ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 14 ആണ്. 14 ഇൻറ്റു 16⁻1 പ്ലസ് 5 ഇൻറ്റു 16⁻0. അപ്പോൾ അതിന് കിട്ടുന്ന ആൻസർ 229 ആണ്. ഓക്കെ, ഇനി the Boolean function y equal to AB plus CD is to be realized using only two input NAND gates. The minimum number of logic gates required is. നമുക്ക് വേണ്ടത് എന്താണ്? y equal to AB plus CD. നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഒരു 2 ഡബിൾ ബാർ കൊടുക്കും. ഇപ്പോൾ എന്തുണ്ടാവും? AB ബാർ ഇൻറ്റു CD ബാർ ഓൾ ബാർ. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ സെയിം ഫംഗ്ഷൻ y ആണ് കിട്ടുക. A ഇൻറ്റു B ഓൾ ബാർ ചെയ്യണമെങ്കിൽ ഒരു NAND ഗേറ്റ് വേണം. C ഇൻറ്റു D ഓൾ ബാർ ചെയ്യണമെങ്കിൽ ഒരു NAND ഗേറ്റ് വേണം. ഇനി ഈ 2 റിസൾട്ടിനെ ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഒന്ന് NAND ചെയ്യാനുണ്ട്. അപ്പോൾ 3 NAND ഗേറ്റ് ആണ് നമുക്ക് ടോട്ടലി ആവശ്യം വരിക. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. 40 എ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഓൺ ഹെവി ലോഡ് വിൽ ഹാവ് ലോ എഫിഷ്യൻസി. അതായത് സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ എഫിഷ്യൻസി പറയുമ്പോൾ അതെന്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്? ലോഡ് റെസിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ റെഗുലേറ്ററിൻ്റെ എഫിഷ്യൻസി ER as ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/RL ലോഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് ഹെവി ആണെങ്കിൽ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. 41 the output of 7824 IC voltage regulator is. നമുക്കറിയാം 7805 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ്? 5 വോൾട്ട് ആണ്. അതുപോലെ 7824 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എത്ര വോൾട്ട് ആയിരിക്കും? 24 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ C 24 വോൾട്ട് ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി 42 എ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ഹാസ് 4 layers ആൻഡ് 3 ടെർമിനൽസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആൻസർ ആണ്. സോ ഈ ക്വസ്റ്റ്യനും ക്യാൻസൽഡ് ആണ്. ഓക്കെ, 4 layers ആൻഡ് 3 ടെർമിനൽസ് കറക്റ്റ് ആൻസർ ആണ്. 43 എ UJT ക്യാൻ ബി യൂസ്ഡ് ആസ്. UJT നമ്മൾ ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ട്രിഗറിങ് സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് വേവ് ഫോമും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് റൈറ്റ് ആൻസർ. 44 an SCR can be constructed by sandwiching two transistors such as one PNP and other NPN type ആയിട്ടാണ് നമുക്ക് സാൻഡ്വിച്ച് ചെയ്യാൻ പറ്റുക. 45 LVDT is based on the principle of variation of inductance. LVDT എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ്. അതെന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസറാണ്. ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുകയാണ് അത് ചെയ്യുന്നത്. ഇനി LVDTയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിളാണ്. അതുകൊണ്ടാണ് നമ്മൾ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വേരിയേഷൻ ഓഫ് ഇൻഡക്റ്റൻസ് എന്നുള്ള ഓപ്ഷൻ എടുത്തത്. ഇനി നമ്മൾ സാധാരണ LVDTനൊക്കെ ഒരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് ബോബൺ ട്യൂബ് എന്തിനാണ് മെഷർ ചെയ്യുന്നത്? പ്രഷറിനെ മെഷർ ചെയ്യും. പ്രഷറിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ല, പകരം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടിയ ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? LVDT യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ LVDT ഒരു ട്രാൻസ്ഡ്യൂസറാണ്. ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. 46 the temperature coefficient of resistance of a thermistor is. തെർമിസ്റ്ററിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും വരാം, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും വരാം. ഇത് 2 ഓപ്ഷനിലുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 47 in a clamping circuit the time constant RC must be. ക്ലാമ്പിംഗ് സർക്യൂട്ടിൽ RCൻ്റെ കോഎഫിഷ്യൻ്റ് എങ്ങനെയായിരിക്കണം? ലാർജ് ഇൻ കമ്പാരിസൺ ടു ദ പീരീഡ് ഓഫ് ദ സിഗ്നൽ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാമ്പിംഗ് സർക്യൂട്ടിൽ എന്താ ചെയ്യുന്നത്? ആ സിഗ്നലിൻ്റെ കൂടെ ഒരു DC ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് DC ആഡ് ചെയ്യുന്നത്? ആ DC വാല്യൂയിലേക്ക് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഈ കപ്പാസിറ്ററിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് വലുതായതുകൊണ്ട് അത് ഡിസ്ചാർജ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് അതൊരിക്കലും ഡിസ്ചാർജ്ഡ് ആവില്ല. ആ വാല്യൂവിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ആ DC അതിൻ്റെ ഒപ്പം എപ്പോഴും ആഡഡ് അപ്പായിട്ട് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ അത് സ്മോൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യും. ആ DC എപ്പോഴും ആഡഡ് ആവില്ല. അപ്പോൾ നമ്മുടെ സിഗ്നലിൻ്റെ പീരീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് ആയിരിക്കണം അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ്. 48 ഓപ്പാമ്പ് ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ്. ഓപ്പാമ്പ് യൂസ് ചെയ്ത് നമുക്ക് സ്ക്വയർ വേവ് ഉണ്ടാക്കാം, പൾസ് വേവ് ഉണ്ടാക്കാം, ട്രയാങ്കുലർ വേവ് ഉണ്ടാക്കാം. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. 49 ടൈപ്സ് ഓഫ് മോഡുലേഷൻ യൂസ്ഡ് ഇൻ TV ട്രാൻസ്മിഷൻ. TV ട്രാൻസ്മിഷനിൽ, അതായത് നമ്മൾ വീഡിയോ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് മോഡുലേഷനാണ്. AM മോഡുലേഷൻ്റെ തന്നെ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് മോഡുലേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. 50 which of the following is true? Carrier contains more power than sidebands. Carrier contains less power than sidebands. Carrier contains equal power as sidebands. Option A ആണ് കറക്റ്റ് ആൻസർ. Carrier contains more power than sidebands. 51 the effect of negative feedback are the following except. ഈ ക്വസ്റ്റ്യനും PSC ആക്ച്വലി ക്യാൻസൽ ചെയ്തതാണ്. എന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഗെയിൻ റെഡ്യൂസ് ചെയ്യും. ഗെയിൻ റെഡ്യൂസ് ചെയ്താൽ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണ് നമുക്കറിയാം. ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസ്റ്റോഷൻ ഇൻക്രീസ് ചെയ്യുന്നുള്ളത് റോങ് ആണ്. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ D റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. അത് നമുക്ക് കറക്റ്റായിട്ടും പറയാം, ഫോൾസ് ആയിട്ടും പറയാം. കാരണം എന്താണ്, നമ്മൾ കറണ്ട് സീരീസ്, വോൾട്ടേജ് സീരീസ്, കറണ്ട് ഷണ്ട്, വോൾട്ടേജ് ഷണ്ട്, അങ്ങനെ 4 ഫീഡ്ബാക്ക് ടോപ്പോളജീസ് ഉണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണെങ്കിലും 4 രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഓരോന്നിലും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കൂടുന്നും കുറയുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കൂടുമെന്നോ കുറയുമെന്നോ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 2 ഓപ്ഷനിലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. 52 the frequency characteristics of an amplifier can be divided into. ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് 3 റീജിയൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? ലോ ഫ്രീക്വൻസി റീജിയൻ, മീഡിയം ഫ്രീക്വൻസി റീജിയൻ, പിന്നെ ഒരു ഹൈ ഫ്രീക്വൻസി റീജിയൻ ആണുള്ളത്. 53 the multi stage amplifier is an amplifier having only 2 or more stages ആണ് കറക്റ്റ് ആൻസർ. 54 a transistor connected in common base configuration has a low input impedance and high output impedance. കോമൺ എമിറ്ററിൻ്റെയും കോമൺ ബേസിൻ്റെയും കോമൺ കളക്ടറിൻ്റെയൊക്കെ ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെയും ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെയൊക്കെ റേഞ്ചുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കോമൺ ബേസിന് ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്, ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഉണ്ട്. കോമൺ കളക്ടറിനാണെങ്കിൽ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. കോമൺ കളക്ടറിന് മോഡറേറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസും ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഉണ്ട്. ഇനി വോൾട്ടേജ് ഗെയിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോമൺ കളക്ടർ ഒരു കറണ്ട് ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, അബൌട്ട് 1 ഉള്ളൂ. പക്ഷേ കോമൺ എമിറ്ററിലും കോമൺ ബേസിലും ഹൈ വോൾട്ടേജ് ഗെയിൻ ഉണ്ട്. അതുപോലെ തന്നെ കോമൺ ബേസ് ആംപ്ലിഫയർ ഒരു വോൾട്ടേജ് ആംപ്ലിഫയറിലാണ്, അതിൽ കറണ്ട് ഗെയിൻ വളരെ കുറവാണ്, അബൌട്ട് 1 ആണുള്ളത്. പക്ഷേ കോമൺ എമിറ്ററിലും കോമൺ കളക്ടറിലും ഹൈ കറണ്ട് ഗെയിൻ ഉണ്ട്. പവർ ആണെങ്കിലോ പവർ ഗെയിൻ നോക്കുകയാണെങ്കിൽ കോമൺ കളക്ടറിൽ ലോ പവർ ഗെയിൻ ആണുള്ളത്, കോമൺ എമിറ്ററിൽ ഹൈ പവർ ഗെയിൻ ഉണ്ട്, കോമൺ ബേസിൽ മോഡറേറ്റ് പവർ ഗെയിൻ ആണുള്ളത്. ഫേസ് ഷിഫ്റ്റ് ഏതിലാണ് വരുന്നത്? കോമൺ ബേസിലും കോമൺ കളക്ടറിലും ഫേസ് ഷിഫ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിലാണ്. An ideal current source is one whose internal resistance is ideal current source ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഐഡിയൽ കറണ്ട് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് ആയിരിക്കും. 56 എ സെൽ എസ് എ DC വോൾട്ടേജ് സോഴ്സ്. 57 ഇൻ എ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ദ സോഴ്സ് റെസിസ്റ്റൻസ് ഈസ്. ഓപ്ഷൻ എ വെരി ലോ കമ്പയർഡ് ടു ലോഡ് റെസിസ്റ്റൻസ്. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ആണ് പാസ് ചെയ്യാനുള്ളെങ്കിൽ മാക്സിമം വോൾട്ടേജ് ലോഡിലേക്ക് എത്തണമെങ്കിൽ സോഴ്സ് റെസിസ്റ്റൻസ് ലോ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ എ വരുന്നത്. 58 an ideal voltage source of 15 volt produces a current of 150 milliampere to the load. If the load impedance is doubled, the new current becomes. ഇതിൽ ആകെ ഒരു വോൾട്ടേജ് സോഴ്സും ലോഡും കറണ്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ
എത്രയാണോ ലോഡ് ഉണ്ടായിരുന്നത് ആ ലോഡിനെ ഡബിൾ ചെയ്തു, വോൾട്ടേജ് സെയിം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എത്രയാവും? വോൾട്ടേജും കറണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ലോഡ് നമ്മൾ ഡബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ട് പകുതിയാവും. അപ്പോൾ 75 മില്ലി ആംപിയർ ആയിരിക്കും ആൻസർ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. V = IR. അതിൽ ആദ്യത്തെ കേസിൽ വിയും ഐയും തന്നിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. കേസ് 2ൽ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസിനെ നമ്മൾ ഡബിൾ ചെയ്യണം, വോൾട്ടേജ് സെയിം ആക്കി വയ്ക്കണം, എന്നിട്ട് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലും 75 മില്ലി ആംപിയർ തന്നെയായിരിക്കും കിട്ടുക. 59. The barrier potential of silicon is 0.7 volt. 60. The reverse diode current for silicon is a few. സിലിക്കണിൻ്റെ റിവേഴ്സ് ഡയോഡ് കറണ്ട് എത്രയാണെന്നാണ് പറയുന്നത്. നാനോ ആംബിയർ റേഞ്ചിലാണ് ഉള്ളത്. ജെർമേനിയത്തിൻ്റെയാണ് ചോദിച്ചിരുന്നതെന്ന് വെച്ചാൽ മൈക്രോ ആംബിയർ റേഞ്ചിലാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഉള്ളത്. 61. വിച്ച് ഡയോഡ് is used as voltage regulator? ഓപ്ഷൻ എ, സെനർ ഡയോഡ് is used as voltage regulator. 62. The avalanche breakdown in a semiconductor diode occurs when എപ്പോഴാണ്? റിവേഴ്സ് ബയാസ് എക്സീഡ്സ് എ സർട്ടൻ വാല്യൂ. ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നത് റിവേഴ്സ് ബയാസ് ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ എക്സീഡ് ചെയ്യുമ്പോഴാണ്. 63. In a PNP transistor with normal bias, the emitter base junction is forward biased and the collector base junction is reverse biased. 64. For transistor action, collector must be heavily doped than emitter. അത് റോങ് ആണ്. നമ്മൾ എമിറ്ററാണ് ഹെവിലി ഡോപ്ഡ് ആയിരിക്കുക. ദ കളക്ടർ ബേസ് മസ്റ്റ് ബി ഫോർവേഡ് ബയാസ്ഡ്. ഇല്ല, കളക്ടർ ബേസ് ഫോർവേഡ് ബയാസ് ആവണമെന്നില്ല. ബേസ് റീജിയൻ മസ്റ്റ് ബി നാരോ, അത് കറക്റ്റാണ്. ബേസ് റീജിയൻ മസ്റ്റ് ബി എൻ ടൈപ്പ്, ഇത് തെറ്റാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 65. In an amplifier, the coupling capacitor is used to prevent DC mixing with the input output. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുക? ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്ക് DC പാസ് ചെയ്യാതിരിക്കാനാണ്. 66. The light emitting diode is usually made of silicon. റോങ് ആണ്. നമ്മൾ ഗാലിയം ആർസനൈഡ് അല്ലെങ്കിൽ ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ഇതുകൊണ്ടൊക്കെയാണ് സാധാരണ LED ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് റോങ് ആണ്. ബി, യൂസസ് റിവേഴ്സ് ബയാസ് ജംഗ്ഷൻ, അതും റോങ് ആണ്. ഫോർവേഡ് ബയാസ്ഡ് ഡയോഡാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഗീവ്സ് ലൈറ്റ് ഔട്ട്പുട്ട് വിച്ച് ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അതും റോങ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ റീകോമ്പിനേഷൻ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 67. വിച്ച് ഓഫ് ദ ഡയോഡ് ആസ് യൂസ്ഡ് ആസ് ഫോട്ടോ ഡിറ്റക്ടർ? Photodiode is used as photodetector. 68. The value of capacitance in varactor is maximum when space charge region is narrow. വരാക്ടറിലെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? സ്പേസ് ചാർജ് റീജിയൻ നാരോ ആവുമ്പോഴാണ്. അതായത് വരാക്ടർ ഡയോഡിൽ സ്പേസ് ചാർജ് റീജിയൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കുറയും തോറും കപ്പാസിറ്റൻസ് കൂടും. 69. In which diode conduction is only due to electrons not holes? ഓപ്ഷൻ ഡി, ഷോർട്ട് കീ ഡയോഡ്സ് ആണ് റൈറ്റ് ആൻസർ. 70. RC filters are not used so much because RC filters അധികം യൂസ് ചെയ്യാത്തതിന് കാരണം it has high voltage drop. 71. Which element has ability to act as open circuit for DC and short circuit for AC when connected in shunt? കപ്പാസിറ്ററിനാണ് DC-യിൽ ഓപ്പൺ സർക്യൂട്ടായിട്ടും AC-യിൽ ഷോർട്ട് സർക്യൂട്ടായിട്ടും വർക്ക് ചെയ്യാൻ പറ്റുക. 72. The capacitor filter is suitable for സ്മോൾ ലോഡ് കറണ്ട്. സ്മോൾ ലോഡ് കറണ്ട് ആണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്? കപ്പാസിറ്റി ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. 73. The energy in inductor is magnetic field energy. 74. For a decade counter at the 8th pulse the output is 8 1 0 0 0. ഇനീഷ്യലി 0 ആയിരിക്കും, പിന്നെ ഓരോ പൾസിനും ഓരോ നമ്പർ ആഡഡ് അപ്പ് ആവും. 8th പൾസ് ആകുമ്പോൾ 8 ആണ്, അതിൻ്റെ ബൈനറി ഇക്വലൻ്റ് ആണ് 1 0 0 0.
75 for a 7-segment display, if the input is 91001, the digit that will be displayed is 9. 76 the counters can be used for. ഈ ക്വസ്റ്റ്യനും ക്യാൻസൽഡ് ആണ്. 77 the color of bright spot on the screen of CRO depends on. ഈ ക്വസ്റ്റ്യനും ക്യാൻസൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. The time base of an oscilloscope is developed by a sawtooth waveform. അതാണ് കറക്റ്റ് ആൻസർ. 79 the audio frequency generators generate signals within the frequency range between 20 Hz and 20 kHz. 80 the purpose of sync controller on CRO is to log the display of the signal. CROയിൽ സിങ്ക് കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സിഗ്നലിൻ്റെ ഡിസ്പ്ലേ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വരുന്നത് ജനറൽ GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമുക്കിവിടെ ആവശ്യമില്ല. സോ ഇത്രയാണ്